വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 31ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? മെട്രിക്സും ഡിറ്റർമിനൻസും കൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദ മെട്രിക്സ് ഇക്വേഷൻ 2 - 3 2 - 3 1 1 xy = 1 3. മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതായത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സോൾവ് ഫോർ എക്സ് ഡിറ്റർമിനൻ്റ് ഓഫ് 0 1 0 x 2 x 1 3 x. ഇതിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം, എ പാർട്ട് നോക്കാം. മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ കിടക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. Ax = b അല്ലേ? Ax = b എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് എക്സിൻ്റെ വാല്യൂസ് ആണ് കാണേണ്ടത്, എക്സും വൈയും ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x = A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതിക്കൂടെ? x = A ഇൻവേഴ്സ് ഇൻറ്റു ബി. ദെൻ നമുക്കറിയാം A ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം അല്ലേ? ആദ്യം x = A ഇൻവേഴ്സ് b എന്നുള്ള ഫോമിലേക്ക് ആക്കി എഴുതണം. ദെൻ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ A ഇൻവേഴ്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അഡ്ജോയിൻ്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A. അഡ്ജോയിൻ്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? A ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ അഡ്ജോയിൻ്റ് A കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അഡ്ജോയിൻ്റ് A കണ്ടുപിടിക്കാം. കോഫാക്ടർ ഒന്നും കണ്ടുപിടിക്കാതെ കോഫാക്ടർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അഡ്ജോയിൻ്റ് A എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? ഈ ഡയഗണൽ എലമെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. ഡയഗണൽ എലമെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. അതായത് 2 ഉള്ളത് ഇവിടെ വരും, 2 ഇവിടെയും വരും, 1 ഇവിടെയും വരും. നോക്കിക്കേ, 1 2 എന്ന് എഴുതിയിട്ടില്ലേ ഇവിടെ? ദെൻ ഈ 2 എലമെൻറ്റ്സ് ബാക്കി ഈ 2 എലമെൻറ്റ്സിൻ്റെ സൈൻ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആക്കുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. -1 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് A പെട്ടെന്ന് എഴുതുക. അതായത് 2/2 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ A ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അഡ്ജോയിൻ്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A ചെയ്യണം. അപ്പോൾ അഡ്ജോയിൻ്റ് A എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് എന്ത്? ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, മറ്റ് 2 എലമെൻറ്റ്സിൻ്റെ സൈൻ മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് മെട്രിക്സ് എങ്ങനെയായി? 1 3 -1 2 എന്നായി. ദെൻ അടുത്തത് എന്ത് ചെയ്യണം? അഡ്ജോയിൻ്റ് A കിട്ടി, ഡിറ്റർമിനൻ്റ് A കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 2 - 3 1 1. ഇതിലെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അപ്പോൾ 2 × 1 എത്രയാണ്? 2 മൈനസ് 1 × -3 1 × -3 അല്ലേ? 1 × -3 അപ്പോൾ 2 - -3 എന്ത് കിട്ടും? 2 - -3 മൈനസും വന്നിട്ട് ഇത് എന്താവും? ഇത് പ്ലസ് ആവും. അപ്പോൾ 2 + 3 ആവും. 2 + 3 = 5 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് Aയും കിട്ടി, ഡിറ്റർമിനൻ്റ് Aയും കിട്ടി. അപ്പോൾ A ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? A ഇൻവേഴ്സ് = അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 - 1 2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A ഇൻവേഴ്സിൽ x = A ഇൻവേഴ്സ് ഇൻറ്റു ബിയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A ഇൻവേഴ്സ് = ഇവിടെ എഴുതിയില്ലേ, നമ്മൾ നേരത്തെ എഴുതിയാൽ തന്നെ 1 3 - 1 2/5. ദെൻ x = A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. A ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ 1/5 ഇൻറ്റു 1 3 - 1 2 ഇൻറ്റു 1 3. ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? 1 ഇൻറ്റു ഈ റോ കൊണ്ട് ഈ കോളത്തിന് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പോൾ 1 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 1 × 1 1 പ്ലസ് 3 × 3 × 3 എന്ത് കിട്ടും? 9. അതായത് ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാം. അപ്പോൾ 1 × 1 1 പ്ലസ് 3 × 3 9 കിട്ടി. ദെൻ അടുത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം തമ്മിൽ
മൾട്ടിപ്ലൈ ചെയ്യാം സെക്കൻഡ് എലമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ -1 × 1 -1 × 1 -1 പ്ലസ് 2 × 3 6 2 × 3 6. അപ്പോൾ എന്ത് കിട്ടി? 1/5 × 1 + 9 10 കിട്ടി. 1 + 9 10 ആണ്. -1 + 6 എത്രയാണ്? -1 + 6 മൈനസ് വരുന്നുണ്ട്. ഒന്ന് -1 +1 -1 + 6 എന്ന് പറഞ്ഞാൽ 5. അതായത് ഇവിടെ -1 + 6 ആകുമ്പോൾ മൈനസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതാണോ വലിയ നമ്പർ അതിലുള്ളത് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ 6 ആണ് വലിയ നമ്പർ ഉള്ളത്. സോ 6ൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സോ +5 എന്ന് വരും. അപ്പോൾ 10 5 എന്ന് കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ 5 കൊണ്ട് ഇവിടെ നമ്മൾ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ ഇല്ലേ 5, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മെട്രിക്സിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? x = 10/5 10/5 അടുത്തത് 5/5. 10/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 2. 10/5 = 2, 5/5 = 1. സോ നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ 2ഉം കിട്ടി, വൈൻ്റെ വാല്യൂ 1ഉം കിട്ടി. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്നത് xy എന്നുള്ള ഫോമിലല്ലേ ഉള്ളത്. അപ്പോൾ അഡ്ജോയിൻ്റെ കണ്ടു, ഡിറ്റർമിനൻ്റ് കണ്ടു, അതിന് A ഇൻവേഴ്സ് കിട്ടി. ദെൻ A ഇൻവേഴ്സ് × B ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടും. x = 2 ആണെന്ന് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ 2ഉം വൈൻ്റെ വാല്യൂ 1ഉം ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പെട്ടെന്ന് ചെയ്തൂടെ? അതെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കാണാനാണ്. ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട് 0 0 1 0 x 2x 1 3x = 0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക. 0 × ഫസ്റ്റ് എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്യാം. ഈ 4 എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 0 × ഡിറ്റർമിനൻ്റ് ഓഫ് 0 × ഡിറ്റർമിനൻ്റ് ഓഫ് 2x 3x മൈനസ് ആൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് മൈനസ് ആണ് വരിക. അടുത്ത എലമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് എഴുതണം. മൈനസ് ഈ എലമെൻറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഈ കോളം ഈ റോയും എലിമിനേറ്റ് ചെയ്തിട്ട് ഈ 4 എലമെൻറ്റ്സ് ആണ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് x 1 x പ്ലസ് 0 × 0 തേർഡ് എലമെൻറ്റ് അല്ലേ ഇത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഈ കോളം ഈ റോ എലിമിനേറ്റ് ചെയ്യുക. ഈ 4 എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. x × x 2 1 3 ഓക്കെ = 0. അപ്പോൾ നമുക്ക് ഇതിന്ന് ഡയറക്റ്റ് എഴുതാം. 0 × ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും അല്ലേ? 0 × ഇത് ചെയ്ത് 0 × ഡിറ്റർമിനൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലേ കിട്ടുക? അത് രണ്ടും 0 കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഞാൻ ഡിറ്റർമിനൻ്റ് എഴുതാതെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ് കേട്ടോ ഇവിടെ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 × നിങ്ങൾക്ക് ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാതെ ഡയറക്റ്റ് ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇതിന് ഡിറ്റർമിനൻ്റ് എടുക്കുക. 2 × x 2x മൈനസ് 3 × x 3x മൈനസ് അടുത്തത് 1 അല്ലേ വരിക? 1ൻ്റെ എന്താ വരിക? x × x x² മൈനസ് 1 × x അപ്പോൾ 1ൻ്റെത് വരുമ്പോൾ 1 × x x² മൈനസ് x × 1 x. ദെൻ അടുത്ത ടേം എന്താവും? 0 × 3x - 2 ആവും. 0 × 3x മൈനസ് ഇവിടെ 1 × 2 2. അപ്പോൾ ഈ ടേമും എന്തായി? 0 ആയിപ്പോയി. ബാക്കി ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് x മൈനസ് x² മൈനസ് x = 0 എന്നാണ് കിട്ടുക. ഞാൻ ഈ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും? ഈ മൈനസ് ബ്രാക്കറ്റിനകത്തേക്ക് വരുമ്പോൾ -x² പ്ലസ് മൈനസ് × -x അതായത് -1 അല്ലേ ഇവിടെ വരുന്നത്? -1 × x² - x² -1 × -x + x വരും = 0. ദാറ്റ് ഇംപ്ലൈസ് ഇതിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കാം. ഈ x² ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് ഓക്കെ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ഈ എക്സിനെ x²
എക്സ് സ്ക്വയർ മൈനസ് എക്സ്, ഒരു എക്സ് ഒരു മൈനസ് കൊണ്ട് മൊത്തത്തിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലേ? ഇവിടെ മൈനസ് എക്സ് കൊണ്ട് മൈനസിന് മൾട്ടിപ്ലൈ ചെയ്തു. സോറി, ഇവിടെ പ്ലസ് ആണല്ലോ. മൈനസ് എക്സ് ഈക്വൽ ടു 0. ഈ -1നെ, ഇവിടെ ഒരു -1 ഉണ്ടല്ലോ, ഈ -1ൻ്റെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ കിട്ടിയത് ഇങ്ങനെയാണ്, -1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ -1നെ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 0 എന്ന് വരും. ബാക്കി എന്തുണ്ടാവുള്ളൂ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0. ദെൻ ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടിലും എക്സ് കോമൺ ആയിട്ടില്ലേ? രണ്ടിലും എക്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? എക്സ് പുറത്തെടുക്കാം, ഒരു എക്സ് പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? ഇവിടുന്ന് രണ്ടിലും ഒരു എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയറിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ എക്സ് ബാക്കി ഉണ്ടാവും. ഇവിടെ എക്സിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? 1 ഉണ്ടാവുള്ളൂ. എക്സ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് എക്സിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താവും? 0 ആയിരിക്കും. ഓർ എക്സ് ഈക്വൽ ടു 0 കിട്ടും. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടില്ലേ? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, ദർഫോർ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സിന് അപ്പോൾ എന്ത്? 2 വാല്യൂസ് വരും, 0യും വരും 1ഉം വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കിട്ടിയില്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് മൈനസ് എ സ്ക്വയർ, ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ സ്ക്വയർ എ ബി എ സി, എ ബി മൈനസ് ബി സ്ക്വയർ ബി സി, എ സി ബി സി മൈനസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. അതായത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനെ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് LHS എടുക്കാം. ഇത് LHSും ഇത് RHSും. LHS തൊട്ട് തുടങ്ങാം. ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ സ്ക്വയർ എ ബി എ സി, എ ബി മൈനസ് ബി സ്ക്വയർ ബി സി, എ സി ബി സി മൈനസ് സി സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്ത് വരും? ഇതിൽ ഈ റോസിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എ ഉണ്ട്. ഈ റോയിൽ കോമൺ ആയിട്ട് ബി ഉണ്ട്. ഈ റോയിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? സി ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്ന് എ പുറത്തെടുക്കാം, ഇതിന്ന് ബിയും എടുക്കാം, ഇതിന്ന് സിയും എടുക്കാം കോമൺ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി സി എന്ന് കിട്ടും. എ ബി സി ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയറിന് ഒരു എ പോയി, ബാക്കി എന്തുണ്ടാവും? മൈനസ് എ. എ ബിത്തെ എ പോയി ബി, എ സിയിലെ എ പോയി സി. ദെൻ ഇവിടുന്ന് ബി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? എ ഉണ്ടാവും. മൈനസ് ബി സ്ക്വയറിന് ഒരു ബി പോയി കഴിഞ്ഞാൽ മൈനസ് ബി, ബി സിന്ന് ബി പോയി കഴിഞ്ഞാൽ സി. ഇവിടെ സി പോയാൽ എ ഉണ്ടാവും, ബി ഉണ്ടാവും, മൈനസ് സി സ്ക്വയറിന് സി പോയാൽ മൈനസ് സി എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എ ബി സി ഇൻറ്റു ഈ ഡിറ്റർമിനൻ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം R2 എന്ന് പറഞ്ഞിട്ട് R2 ഈ റോ 2ൽ നമ്മൾ എന്ത് ചെയ്യാം? R2 മൈനസ് R1 സോറി R2 പ്ലസ് R1 ചെയ്യാം. R2 പ്ലസ് R1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R2 പ്ലസ് R1 ചെയ്യുമ്പോൾ ഈ 2 റോസും വരും. R2 A പ്ലസ് മൈനസ് എ വരും. എ പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പോൾ റിസൾട്ട് എവിടെ എഴുതേണ്ടത്? R2ലാണ് എഴുതേണ്ടത്. R2 ട്രാൻസ്ഫോം ചെയ്യണതാണ് എങ്ങനെ? R2 പ്ലസ് R1. അപ്പോൾ R1ലെ എലമെൻറ്റ് അതേപോലെ തന്നെ എഴുതാം.
മൈനസ് എ ബി സി. R1 എലമെന്റ് അതേപോലെ തന്നെ നിർത്തി. ദെൻ ബാക്കി R2 ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. എന്ത് എഴുതാം? R2 പ്ലസ് R1, അതായത് എ മൈനസ് എ 0 എന്ന് കിട്ടി. അടുത്തത് മൈനസ് ബി പ്ലസ് ബി എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതും 0 എന്ന് കിട്ടി. ദെൻ സി പ്ലസ് സി എന്ത് വരും? 2c 2 into c. ദെൻ അടുത്തത് നമുക്ക് ഈ എലമെൻറ്റും 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? R3 നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. R3 എന്താ ചെയ്യണത്? R3 സെയിം തന്നെ R3 പ്ലസ് R1 ചെയ്യാം. R3 പ്ലസ് R1 ചെയ്യുമ്പോൾ എ പ്ലസ് മൈനസ് എ വരും. എ പ്ലസ് മൈനസ് എ 0 കിട്ടി. ബി പ്ലസ് ബി 2b എന്ന് കിട്ടി. മൈനസ് സി പ്ലസ് സി 0 എന്ന് കിട്ടി. അതാണ് ഫസ്റ്റ് R2 ഓപ്പറേഷനും R3 ഓപ്പറേഷനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയാണ്. ദെൻ ഇനി എന്താണ്? ഇനി സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഈ ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എ ഇൻറ്റു അതാണ് ഇവിടെ എ ബി സി ഇൻറ്റു മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഈ 4 എലമെൻറ്റ്സ് എടുക്കുക. ഈ 4 എലമെൻറ്റ്സ് എടുക്കുമ്പോൾ 0 ഇൻറ്റു 0 0, 2b ഇൻറ്റു 2c 4bc എന്ന് കിട്ടും. ദെൻ അടുത്തത് ബി ആണ് എടുക്കാനുള്ളത്. മൈനസ് ബി ഇൻറ്റു ഈ റോയും ഈ കോളം എടുക്കുമ്പോൾ 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 0 0, ഒന്നും ഉണ്ടാവില്ലല്ലോ ചെയ്യാൻ, 0 അല്ലേ കിട്ടുക. അപ്പോൾ ആ സെക്കൻഡ് ടേം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേഷൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, റോ കോളം ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേംസ് ഒക്കെ 0 ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്തായിരിക്കും? 0 ആയിപ്പോൾ. സി എടുക്കുമ്പോൾ സി ഇൻറ്റു തേർഡ് കോളം തേർഡ് റോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 4 എലമെൻറ്റ്സ് കിട്ടും. 0 ഇൻറ്റു 2b 0, മൈനസ് 0 ഇൻറ്റു 0 0, 0 മൈനസ് 0 0 കിട്ടും. 0 ഇൻറ്റു സി 0 എന്ന് കിട്ടും. അപ്പോൾ തേർഡ് എലമെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം? മൈനസ് എ എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 0 2c 2b 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് എ ബി സി ഇൻറ്റു മൈനസ് എ ഇൻറ്റു 0 ഇൻറ്റു 0 0 മൈനസ് 2b ഇൻറ്റു 2c 4bc. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് 4bc. 0 മൈനസ് 4bc എന്ന് പറയുമ്പോൾ മൈനസ് 4bc. സോ എ ബി ഇൻറ്റു മൈനസ് എ ഇൻറ്റു മൈനസ് എ, മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും അല്ലേ? ബാക്കി എന്തുണ്ടാവും? എ ഇൻറ്റു എ സ്ക്വയർ, ബി ഇൻറ്റു ബി സ്ക്വയർ, സി ഇൻറ്റു സി സ്ക്വയർ. ഈ 4 ഇവിടെ എഴുതി. അപ്പോൾ എന്താണ്? നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ? ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ടെക്സ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.